വർദ്ധിച്ചുവരുന്ന സംഘർഷ സാഹചര്യങ്ങളിൽ നിന്നും ഉക്രൈന് താൽക്കാലിക ആശ്വാസമെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. കീവ് ഉൾപ്പെടെയുള്ള യുക്രൈൻ നഗരങ്ങളിൽ ഒരാഴ്ചത്തേക്ക് ആക്രമണം നടത്തരുതെന്ന തന്റെ ആവശ്യം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അംഗീകരിച്ചതായിട്ടാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ച ക്യാബിനറ്റ് യോഗത്തിൽ സംസാരിക്കുന്നതിനിടെയാണ് പുടിൻ തന്റെ അഭ്യർത്ഥന അംഗീകരിച്ചതെന്ന് US പ്രസിഡന്റ് വെളിപ്പെടുത്തിയതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മേഖലയിലെ അതിശൈത്യം കണക്കിലെടുത്ത് കീവിലും സമീപ നഗരങ്ങളിലും ആക്രമണം നടത്തുന്നത് ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്കണമെന്ന് ഞാൻ പുടിനോട് നേരിട്ട് അഭ്യർത്ഥിച്ചിരുന്നു. അദ്ദേഹം അതിന് സമ്മതിച്ചു. പുടിനെ വിളിക്കുന്ന ഫോൺ കോൾ പാഴാക്കേണ്ടെന്നും അത് നടക്കാൻ പോകില്ലെന്നും നിരവധി പേർ പറഞ്ഞു. എന്നാൽ അദ്ദേഹം അത് ചെയ്തു, US പ്രസിഡന്റ് പറഞ്ഞു. ഇത് അപ്രതീക്ഷിതമായ ഒരു വെടിനിർത്തൽ കരാറാണെന്നും ട്രംപ് വിശേഷിപ്പിച്ചു. അതിനിടെ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള US ശ്രമങ്ങൾ തുടരുന്നതിനിടെ സമാധാന ചർച്ചകൾക്കായി റഷ്യ വീണ്ടും ഉക്രൈനെ ക്ഷണിച്ചിട്ടുണ്ട്. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ സമാധാന ചർച്ചയ്ക്കായി മോസ്കോയിലേക്ക് ക്ഷണിച്ചതായാണ് റഷ്യ വ്യാഴാഴ്ച അറിയിച്ചത്. ഇതിനിടെയാണ് ട്രംപിന്റെ ഇടപെടലിനെ തുടർന്ന് റഷ്യ താൽക്കാലികമായ വെടിനിർത്തലിന് സമ്മതിച്ചതെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. അതേസമയം സമാധാന ചർച്ചകൾക്കായി മോസ്കോയിലേക്ക് വരാൻ ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ ക്ഷണിച്ചതായി റഷ്യ അറിയിക്കുകയും ചെയ്തു. ഉക്രൈനിലെ 4 വർഷത്തോളമായി തുടർന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു കരാറിലെത്താൻ US നേതൃത്വത്തിലുള്ള ശ്രമങ്ങൾ ഊർജിതമായതോടെയാണ് ഈ സംഭവ വികാസം ഉണ്ടായത്. മോസ്കോയും കീവും പരസ്പരം ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കുന്നത് നിർത്താൻ സമ്മതിച്ചുവെന്ന അഭ്യൂഹങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ ക്രെംലിൻ വിസമ്മതിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് പ്രസ്താവന വന്നത്. സെലൻസ്കിയെ മോസ്കോയിലേക്ക് ക്ഷണിക്കുന്നതിന് മോസ്കോയ്ക്ക് ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ലെന്ന് ഇന്റർഫാക്സ് വാർത്താ ഏജൻസി ഉദ്ധരിച്ച് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് വ്യാഴാഴ്ച പറഞ്ഞു. ശ്രദ്ധേയമായി കഴിഞ്ഞ വർഷം സമാനമായ ഒരു ക്ഷണം സെലൻസ്കി നിരസിച്ചു. എന്നിരുന്നാലും എല്ലാ ദിവസവും തന്റെ രാജ്യത്തിന് നേരെ മിസൈലുകൾ തൊടുത്തുവിടുന്ന ഒരു രാജ്യത്തിന്റെ തലസ്ഥാനത്തേക്ക് പോകാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം ക്ഷണം നിരസിച്ചു. പകരം പുടിൻ കീവിലേക്ക് വരണമെന്ന് അദ്ദേഹം ആ സമയത്ത് നിർദ്ദേശിച്ചിരുന്നു. കഴിഞ്ഞ വാരാന്ത്യത്തിൽ അബുദാബിയിൽ വാഷിംഗ്ടണിന്റെ മധ്യസ്ഥതയിൽ നടന്ന സമാധാന ചർച്ചകൾ സമാധാന കരാറിൽ എത്തിച്ചേരാനുള്ള ശ്രമങ്ങൾ പുനരാരംഭിച്ചു. എന്നാൽ റഷ്യയുടെയും ഉക്രൈനിയന്റെയും ചർച്ചാ നിലപാടുകൾക്കിടയിൽ വ്യത്യാസങ്ങൾ തുടരുന്നു. ചർച്ചകൾ ശക്തി പ്രാപിച്ചപ്പോൾ US മധ്യസ്ഥത വഹിച്ചതിനു ശേഷം സെലൻസ്കിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഒരു കൂടിക്കാഴ്ചയ്ക്ക് വളരെ അടുത്തായിരുന്നുവെന്ന് പേര് വെളിപ്പെടുത്താത്ത ഒരു US ഉദ്യോഗസ്ഥൻ ശനിയാഴ്ച പറഞ്ഞു. കൂടാതെ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള അബുദാബി ചർച്ചകളുടെ പുതിയ റൗണ്ട് ഞായറാഴ്ച നടക്കും. ചർച്ചകൾ കണക്കിലെടുത്ത് സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു കരാറിനായി സമ്മർദ്ദം ചെലുത്തുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൊവ്വാഴ്ച പറഞ്ഞത്. ഈ പ്രക്രിയയിൽ വളരെ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെന്നാണ്. എന്നിരുന്നാലും ഏത് കരാറിലും ആർക്ക് എന്ത് പ്രദേശം ലഭിക്കും, യുദ്ധാനന്തര ഉക്രൈനിലെ അന്താരാഷ്ട്ര സമാധാന സേനാംഗങ്ങളുടെയോ നിരീക്ഷകരുടെയോ സാധ്യതയുള്ള സാന്നിധ്യം, റഷ്യൻ നിയന്ത്രണത്തിലുള്ള സപോർജിയ ആണവ നിലയത്തിന്റെ വിധി എന്നിവയുൾപ്പെടെ നിരവധി അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോഴും സമാധാന ചർച്ചയിൽ തടസ്സമായി പ്രവർത്തിക്കുന്നുണ്ട്. ആർക്ക് ഏത് പ്രദേശം ലഭിക്കുമെന്നതിനെ കുറിച്ചുള്ള ഇരുപക്ഷത്തിന്റെയും അഭിപ്രായ വ്യത്യാസമാണ് പരിഹരിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഏക കേന്ദ്ര പ്രശ്നമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വിശേഷിപ്പിച്ചു. റഷ്യൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലല്ലാത്ത ഡോണസ്ക് മേഖലയിലെ ഏകദേശം 20% നിന്നും ഉക്രൈനിയൻ സൈന്യം പിന്മാറണമെന്ന് റഷ്യ ആഗ്രഹിക്കുന്നു. റഷ്യ യുദ്ധക്കളത്തിൽ വിജയിച്ചിട്ടില്ലാത്തതും ഭാവിയിൽ റഷ്യൻ സൈന്യത്തിന് ഉക്രൈനിലേക്ക് കൂടുതൽ കടന്നു ചെല്ലാനുള്ള ഒരു വേദിയായി വർത്തിക്കുന്നതുമായ മോസ്കോ പ്രദേശം സമാനമായി നൽകാൻ ആഗ്രഹിക്കുന്നില്ലെന്നും കീവ് അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.